പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാക്കുകയാണ് അമേരിക്ക-ഇറാൻ യുദ്ധം. വെടിനിർത്തൽ കരാർ ചവിറ്റുകുട്ടയിലെറിഞ്ഞുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ പുനരാരംഭിച്ച ഇറാൻ ആക്രമണം 7ാം ദിവസം പിന്നിടുകയാണ്. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് ഇറാൻ ശക്തമായ തിരിച്ചടിയും നൽകുന്നുണ്ട്. അമേരിക്ക ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഉൾപ്പെടെയാണ് ആക്രമണം നടത്തുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേർക്ക് ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിന് തിരിച്ചടിയായാണ് അവരുടെ സഖ്യരാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്നത്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ കുവൈത്തിലെ വൈദ്യുത കുടിവെള്ള പ്ലാന്റ് തകർത്തു. പവർ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്ന് നിരവധി വൈദ്യുതോൽപാദന യൂണിറ്റുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു. തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചു. തുടർന്ന് കുവൈത്ത് എയർവേസ് ഭൂരിഭാഗം സർവീസുകളും പുനഃക്രമീകരിച്ചു. കുവൈറ്റിലെ അമേരിക്കൻ മിലിറ്ററി ബേസായ ക്യാമ്പ് അരിഫ്ജാനിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IRGC ഏറ്റെടുത്തു. മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കുവൈത്തിൽ രാജ്യവ്യാപകമായി അപായ സൈറൺ മുഴങ്ങി. ഇത് 4ാം തവണയാണ് കുവൈത്തിൽ ഇത്തരത്തിൽ സൈറൺ മുഴങ്ങുന്നത്. അമേരിക്കയുടെ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായി ജോർദാനിൽ നിലയുറപ്പിച്ചിരുന്ന ഒട്ടേറെ US യുദ്ധവിമാനങ്ങളും ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തകർത്തതായി കഴിഞ്ഞ ദിവസം ഇറാൻ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അമേരിക്കയോ ജോർദാനോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അതിനിടെ അമേരിക്കയ്ക്ക് ഇറാൻ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. 2 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ചർച്ചകളും നിയന്ത്രിത തിരിച്ചടികളും ഉണ്ടാകില്ല. അമേരിക്കയെ ഇറാനിൽ നിന്ന് തുടച്ചു നീക്കുമെന്നാണ് മുന്നറിയിപ്പ്. അതിന് ഒരു അതിർത്തികളും ഇറാന് തടസ്സമാകില്ലെന്നും IRGC വ്യക്തമാക്കിയിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിലേക്കുൾപ്പെടെ അമേരിക്ക ആക്രമണം ശക്തമാക്കിയതാണ് ഇറാനെ ഇത്തരത്തിൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. 48 മണിക്കൂറിനകം യുദ്ധം നിർത്തിയില്ലെങ്കിൽ അമേരിക്കയെ തീർത്തു കളയുമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് IRGC. ഈ പ്രഖ്യാപനം ലോകത്തെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. ശക്തമായ തിരിച്ചടിയിലേക്ക് ഇറാൻ നീങ്ങിയാൽ അത് മറ്റൊരു മഹായുദ്ധമായി മാറുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഹോർമുസിലെ നിയന്ത്രണം സംബന്ധിച്ചുള്ള തർക്കവും യുദ്ധം രൂക്ഷമാക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഭീഷണി ഉയർത്തുന്ന ഇറാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US സെൻട്രൽ കമാൻഡ് വീണ്ടും വ്യോമാക്രമണങ്ങൾ നടത്തി. ഇറാൻ തുറമുഖത്തു നിന്നുള്ള എണ്ണക്കപ്പൽ US നാവികസേന പിടിച്ചെടുത്തു. ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇറാൻ കുവൈത്തിനെ ആക്രമിച്ചത്. സംഘർഷം തുടരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെയും മന്ദഗതിയിലാക്കിയിട്ടുണ്ട്. ഹോർമുസിലെ പ്രതിസന്ധി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധനവിലയെയും ബാധിക്കുന്നു. ക്രൂഡ് വില ബാരലിന് $90 മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. വെടിനിർത്തലിനുള്ള ധാരണാപത്രം അമേരിക്കയും ഇറാനും ഒപ്പിട്ടതിനു പിന്നാലെ ബാരലിന് $70 വില താണിരുന്നതാണ്. വീണ്ടും യുദ്ധം കടുത്തതോടെ എണ്ണവിലയും ഉയരുകയാണ്. എണ്ണവില വർദ്ധിപ്പിച്ചു നിർത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും സംഘർഷം കൂടുതൽ കടുക്കാനാണ് സാധ്യത. ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പും അതിനോട് അമേരിക്ക നടത്താനിരിക്കുന്ന പ്രതികരണവുമെല്ലാം സംഘർഷം അയവില്ലാതെ തുടരാനേ സഹായിക്കൂ എന്നത് ഉറപ്പാണ്.